12 മണിക്ക് കരോളയുടെ വീട്ടിൽ പോയി സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയാണ്. കരോള കാണാതെ ഞാൻ കറങ്ങി കിടക്കുവാണ്. 36,000 രൂപയുടെ സാധനമാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. Coming and dropping me to the airport. Thanks a lot. I'll miss you. Miss you too. Take care, okay? You too. Bye bye. Bye bye. അങ്ങനെ ഞാൻ ഫൈനലി 16 ദിവസത്തിന് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം വിടുവാണ്. ഇസ്രായേൽ മാത്രമല്ല, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം കൂടിയാണ് ഞാൻ വിടുന്നത്. വരുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി എന്താ പറയുക, എനിക്ക് ഇസ്രായേലി ആളുകളെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ചില കാര്യങ്ങളിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര എന്താ പറയുക, ബ്രെയിൻ വാഷ്ഡ് ആണ്. ഭയങ്കര എന്താ പറയുക, പല കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കുന്നത് അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഈവൻ ഞാൻ പോലും ഉണ്ട് കേട്ടോ. ഞാനും പല രാജ്യങ്ങളും പോകുമ്പോൾ ഓൾറെഡി ബ്രെയിൻ വാഷ്ഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റീരിയോ ടൈപ്ഡ് ആണ്, മനസ്സിലായില്ല. അപ്പോൾ അതിലൊക്കെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു മതിൽക്കെട്ടിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിവിടെ കണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹര രാജ്യം ഞാൻ നല്ലതുപോലെ മിസ് ചെയ്യും. ഇപ്പോൾ പോകുന്നത് ഒരാവശ്യമായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരു 30 ദിവസം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. കാരണം ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അത് ആരാവട്ടെ, പലസ്തീനുകാരാവട്ടെ, ഇസ്രായേലുകാരാവട്ടെ, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഈ രാജ്യത്ത് അതിപ്പം ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു അൾട്രാ ഓർത്തഡോക്സുകാർ ഭയങ്കര ഫ്രണ്ട്ലി ഒന്നുമല്ല. പക്ഷെ അവരും എന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്തു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. I'll miss this country, you know. ഇതെൻ്റെ യാത്രാനുഭവം മാത്രമാണ്. ചില ആളുകൾക്ക് ഇസ്രായേലിനെ ഇഷ്ടമല്ല, അപ്പോൾ അവർ വിചാരിക്കരുത് ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് പലസ്തീനെ ഇഷ്ടമല്ല, അപ്പോൾ അവർ വിചാരിക്കരുത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പലസ്തീനെ എന്താ പറയുക അനുകൂലിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു യാത്ര ഇതിൽ എനിക്ക് രണ്ട് രാജ്യങ്ങളിലെ ആളുകളെയും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനിതിൽ ഒരു ഇമിഗ്രേഷൻ്റെ കാര്യം പറഞ്ഞില്ല, വിട്ടുപോയി. അത് ഞാനിപ്പോൾ കൂട്ടിച്ചേർക്കുവാണ്. അതായത് ഇമിഗ്രേഷൻ്റെ കൗണ്ടറിൽ പോയപ്പോൾ ആദ്യം ഇമിഗ്രേഷന് പോകുന്ന മുമ്പേ ആദ്യത്തെ ഒരു കൗണ്ടർ, അതായത് ഇവർ കുറച്ച് ഓഫീസർ നമ്മളെ പാസ്പോർട്ട് വാങ്ങിച്ചു നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമേ തന്നെ ലെബനോൺ ബോർഡർ യുദ്ധഭാഗത്തൊക്കെ പോയി എൻ്റെ പറഞ്ഞു. അപ്പോൾ ഇവർ ഭയങ്കര കോഷ്യസായി. എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ റിവക്കയുടെ ID ഒക്കെ പിടിച്ചു വെച്ചു. ഭയങ്കര സീൻ പോലായി. ഞാൻ എന്നിട്ട് അപ്പോഴേക്കാണ് ഞാൻ ട്രാവലറാണ്, ഞാൻ അഡ്വഞ്ചർ ട്രാവലറാണ്, ഇങ്ങനെ യുദ്ധമേഖലൊക്കെ പോവാണ്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു IDFൻ്റെ കൂടെയൊക്കെ എനിക്ക് ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യാൻ പോയ അവസരം കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ അത് പോയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ, അവരുടെ കൂടെ വാറിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഓഫറൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പിന്നെ അവ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സംസാരം വന്ന് എനിക്ക് വളരെ സ്മൂത്തായിരുന്നു കേട്ടോ. വേറൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈവൻ പലസ്തീനിൽ പോയ കാര്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തായിരുന്നു. ഞാൻ ഇത്രയും നേരം കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പരിചയപ്പെട്ട ഒരു പുള്ളിക്കാരി എന്നെ വിളിച്ച് ഉണർത്തി. ലാസ്റ്റ് ചെക്ക് ഇൻ തുടങ്ങിയിട്ടുണ്ട്. സമയം ആക്ച്വലി ലേറ്റാണ് കേട്ടോ. ഫ്ലൈറ്റ് ആക്ച്വലി 1 hour എന്തോ ഡിലേ ആയി. 11 മണിക്ക് ഞാനിപ്പോൾ ഏതൻസിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, എവിടെ കിടക്കുന്നു, ഒന്നും ഒരു പ്ലാനും ഇല്ല കേട്ടോ. ഇനി അവിടെ പോയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മുടെ ബോർഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കള്ളനായ വിവരം ഞാൻ നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അതായത് ഈ ഫ്ലൈറ്റിൽ ഞാൻ ടിക്കറ്റ് എടുത്തപ്പം 7 കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനെന്ത് ചെയ്തെന്നാ, ഈ ചെക്കിങ്ങിന് നമ്മൾ പോയപ്പോൾ ഞാൻ എൻ്റെ ബാഗ് മാറ്റിയിട്ട് അതിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാൻ ചെക്കിങ്ങിന് പോയി. അവർ ചോദിച്ചു വേറെ ലാഗേജ് ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത് കാണിച്ചു കൊടുത്തു. ഇതിൽ നിന്ന് കുറേ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് എന്നിട്ട് ഞാൻ ചെക്കിൻ്റെ ഇത് കിട്ടിയിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ഞാൻ പിന്നെ പോയിട്ട് എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് കയറ്റിയിട്ട് ഞാൻ കയറി. ഇനി ആരും ചോദിക്കാൻ വരില്ല. ഞാൻ സേവ് ചെയ്തത് ഏകദേശം 5000 രൂപയാണ് കേട്ടോ. അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പച്ച, നീല, ചുവപ്പ്. എൻ്റെ സീറ്റ് അങ്ങ് ഏറ്റവും പുറകിലാണ് കേട്ടോ അവർ തന്നെ. ഞാൻ ഏതൻസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നത് നമ്മുടെ ഇസ്രായേലിലോട്ടാണ് കേട്ടോ. ഇസ്രായേലിലാണ് ഞാൻ വന്നത്. നല്ല തളച്ച, നല്ല ഉറക്ക ക്ഷീണം. രാത്രി ഫുള്ള് എയർപോർട്ടിൽ കിടന്നുറങ്ങി. രാവിലെ ഇപ്പോൾ സമയമായി. എല്ലാവരും ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ഇത്രയും നേരം. എണീറ്റിട്ട് ആക്ച്വലി എൻ്റെ പ്ലാൻ എന്തായിരുന്നെന്നോ, ഇവിടെ നിന്ന് നേരെ നോർത്ത് മെക്കഡോണിയ പോവുക, അവിടെ നിന്ന് സെർബിയ അല്ലെങ്കിൽ
അങ്ങനെ ബോസ്നിയ, സെർബിയ, മോണ്ടിനീഗ്രോ, അങ്ങനെ ഒരു 5 രാജ്യങ്ങൾ, പിന്നെ സ്ലൊവേനിയ, ക്രൊയേഷ്യ, സ്ലൊവേനിയ, അവിടെ നിന്ന് ഓസ്ട്രിയ, കരോളയുടെ അങ്ങോട്ട് പോകാനായിരുന്നു പ്ലാന്. അങ്ങനെ ഞാൻ രാവിലെ ഇറങ്ങി ഹിച്ചേക്ക് ചെയ്ത് തുടങ്ങി. ഹിച്ചേക്ക് ചെയ്തിട്ട് ആരും നിർത്തുന്നില്ല. പിന്നെ മാത്രമല്ല, എനിക്ക് ആക്ച്വലി 2 ദിവസത്തിനുള്ളിൽ കരോളയുടെ അവിടെ എത്തണം. 2 ദിവസം എനിക്ക് ഫുള്ളായിട്ട് ഹിച്ചേക്കാൻ പറ്റില്ലല്ലോ, ഉറങ്ങിക്കാണല്ലോ. അപ്പോൾ അതിനുള്ളിൽ കരോളയുടെ അവിടെ എത്തില്ല. അപ്പോൾ ലേറ്റായാൽ പോകുന്ന സർപ്രൈസ് നടക്കൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഒരു ഫ്ലൈറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് കിട്ടി. അങ്ങനെ ഞാൻ കരോളയുടെ നാട്ടിലോട്ട് പറന്നു പോവുകയാണ്. ഹിച്ചേക്ക് ചെയ്തിട്ട് ഒരു വണ്ടി നിർത്തുന്നില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് ഭയങ്കര ടയേർഡ്, കുറേ ദിവസമായിട്ട് ഉറങ്ങിയില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഹിച്ചേക്ക് ചെയ്ത് പോകേണ്ട 5-6 രാജ്യങ്ങളിലൂടെ ഹിച്ചേക്ക് പോകേണ്ട പ്ലാനായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ കാണുന്ന ഒരു മലനിരകൾ മനോഹരം. ഈ കാണുന്ന നമ്മുടെ ഓസ്ട്രിയൻ എയർലൈനിലാണ് കേട്ടോ ഞാൻ പോകാൻ വേണ്ടി പോകുന്നത്. ഓസ്ട്രിയൻ എയർലൈനിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നുന്നു. ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ ഓസ്ട്രിയൻ എയർലൈനാണ് കേട്ടോ. ഇന്ന് 2ാമത്തെ ഫ്ലൈറ്റാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഫ്ലൈറ്റിൽ കയറാനേ താല്പര്യമില്ല. ഫ്ലൈറ്റ് കയറാനെന്നല്ല, എനിക്ക് എല്ലായിടത്തും ലാൻഡ് വഴി പോകണം. 5 രാജ്യങ്ങൾ വഴിയാണ് ഓസ്ട്രിയ പോകാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ പിന്നെ അത് നടന്നില്ല. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓസ്ട്രിയയുടെ എയർലൈൻ. അത്യാവശ്യം കുഴപ്പമില്ല, ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു എയർലൈൻ കേട്ടോ. രണ്ട് ഫ്ലൈറ്റിലും സത്യം പറഞ്ഞാലുണ്ടല്ലോ ബാഗ് വയ്ക്കാനുള്ള ഒരു സംഭവമില്ല. അതായത് ചെറിയ ബാഗേ പറ്റുള്ളൂ. ഈ സൈസ് കുഴപ്പമില്ല, പക്ഷേ ഇതിൽ വെയിറ്റ് ഉണ്ട്. ഇത്രയും വെയിറ്റ് പറ്റൂല, 8 കിലോ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ സുഖമായിട്ട് ഞാൻ വന്നു. വാ. അപ്പോൾ ഞാൻ ഓസ്ട്രിയയിലോട്ട് വന്നിട്ടുണ്ട്. വെൽക്കം ടു വിയന്ന എയർപോർട്ടിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത്, 2ാമത്തെ പ്രാവശ്യമാണ്. കുറേ പ്രാവശ്യം കരോളയെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നായിരുന്നു. അപ്പോൾ ഇനി ഞാനൊരു ബസ് ബുക്ക് ചെയ്തു കേട്ടോ. ബസ് ബുക്ക് ചെയ്തിട്ട് കരോളയുടെ നാട്ടിലോട്ട് പോവാം. നമ്മുടെ പുറത്തോട്ട് ഇറങ്ങി എൻ്റെ ബസ് ആക്കണമെന്നതാണ് കേട്ടോ. ഞാൻ ബസ് ബുക്ക് ചെയ്തു. ലിഫ്റ്റ് അടിക്കാനൊന്നും വയ്യ കേട്ടോ. ഞാൻ കരോളയ്ക്ക് പോയി ഈ ബസ്സിൽ പോയിട്ട് അവളുടെ നാട്ടിൽ പോയിട്ട് സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോവാണ്. ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് കരോളയുടെ വീട്. 2 മണിക്കൂർ 2.5 മണിക്കൂർ ജേണി ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വിയന്ന ക്യാപിറ്റൽ, നമ്മുടെ എയർപോർട്ടിലാണ്. ക്യാപിറ്റൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇതിനിടയിൽ ഞാൻ ഗ്രാസിലെത്തി. കരോള ഭയങ്കര പ്രോ പലസ്തീനാണ് കേട്ടോ. അതായത് കരോള ഇസ്രായേലിൽ യാത്രയൊക്കെ ചെയ്ത് വന്നതിന് ശേഷം കരോള പ്രോ പലസ്തീനായിട്ട് മാറി. കരോളയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രോ പലസ്തീൻ്റെ പരിപാടിയിൽ സ്പീച്ച് ചെയ്യാനൊക്കെ പോയതാണ് കേട്ടോ കരോള, ഒരു വർക്ക്ഷോപ്പ്. അപ്പോൾ ഞാൻ അവിടെ പുറത്തുമായിട്ട് ഒളിഞ്ഞിരുന്ന് കണ്ടു. കരോളയെ ഇന്ന് ഞാൻ സർപ്രൈസ് കൊടുക്കുന്നില്ല. ഞാൻ കരോളയെ സർപ്രൈസ് ചെയ്ത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് സർപ്രൈസ് ചെയ്യാനാണ് ഇരുന്നത്. പിന്നെ ഞാൻ ഫ്ലൈറ്റ് എടുക്കേണ്ടി വന്നില്ല. ആ 2 ദിവസം ലിഫ്റ്റ് അടിക്കാനുള്ള പ്ലാനായിരുന്നു. പിന്നെ ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ നേരത്തെ ആയിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കരോളയെ സർപ്രൈസ് ചെയ്യേണ്ട, ഒരു ഗുമ്മില്ല. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒരു നല്ല അടിപൊളി സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നടക്കുകയാണ്. വേറൊരു ഫ്രണ്ടിൻ്റെ അങ്ങോട്ട് പോകും. കഴിഞ്ഞ ദിവസം രാവിലെ വന്നു. കഴിഞ്ഞ ദിവസം രാത്രി വന്നു. ഞാൻ കിടന്നുറങ്ങി. രാവിലെയാണ് കേട്ടോ എണീറ്റിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുവാണ്. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ജാമ്, കോഫി, ബ്രെഡ് ഞാൻ ഇസ്രായേലിൽ നിന്നുള്ള ഒരു സംഭവം. പിന്നെ നമ്മുടെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ഹുമൂസ് റൈറ്റ്, ബീട്രൂട്ട് ഹുമൂസ് ആൻഡ് പിന്നെ നമ്മുടെ പ്ലം, കുറച്ച് സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കോഫി. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ് കേട്ടോ. സൂര്യൻ അങ്ങനെ പുറത്ത് വന്നിട്ടില്ല. സൂര്യൻ എന്താണ്ട് കുറച്ച് പുറത്ത് വന്നിട്ടേ ഉള്ളൂ. ഇത്രയും രൂക്ഷമായിട്ടുള്ള തണുപ്പാണ് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാണ്. ഞാൻ നമ്മുടെ ബൈക്കിലോട്ട് വന്നിട്ടുണ്ട്. യു ആർ റെഡി ടു സേ ഹായ് നൗ? സലാം, ഹൗ ആർ യു? കുജോ മേരി. Man Momirim to Shahr Graz. അത്ര അറിയാം. I don't know more, you know. We go to Graz. Okay. Downtown. Okay. നമ്മൾ ഡൗൺടൗണിലോട്ട് പോവാണ്. അതുകൊണ്ട് എനിക്കൊരു വുമൺ സൈക്കിളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഓട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ ട്രാം എടുത്ത് പോകണം. നല്ല തണുപ്പ് കേട്ടോ. അടിപൊളി. നല്ല 5 ഡിഗ്രി സെൽഷ്യസ്. 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. കരോള കാണാതെ ഞാൻ കറങ്ങി കിടക്കുവാണ്. കരോള ഇതുവരെ സർപ്രൈസ് ഇട്ടില്ല.
ഞാൻ ഇതിലേക്കൂടെയൊക്കെ സൈക്കിളൊക്കെ ഓടിക്കുമ്പോൾ കരോളയെ പേടിച്ചാണ് ഓടിക്കുന്നത് കേട്ടോ. ഞാൻ ഈ മുടുക്ക് വന്നുകൊണ്ടാണ് ഇപ്പം മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഫുള്ള് മൂടിക്കെട്ടിയാണ്. കരോള വല്ലതും കണ്ടാൽ എൻ്റെ സർപ്രൈസ് പൊളിയും. കരോളയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ. അപ്പം ബർത്ത്ഡേക്ക് പോയി സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇപ്പം സർപ്രൈസ് ചെയ്യട്ടാന്ന് വിചാരിച്ചാൽ. ഇതിനിടയിൽ ആക്ച്വലി നമ്മൾ പുറത്ത് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞത്, അതായത് ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ്റെ ഒരു പരിപാടി, കുറച്ച് പെയിന്റിങ്ങും പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ്. Not 7,000, 700,000. 700,000. And he doesn't. No, YouTube 800,000. Just as I have the money for traveling. Yeah, this is how, you know. നമ്മള് വീട്ടിൽ വന്നിട്ട് ദാണ്ടെ ഫൈനലി സം കറീസ്. നമ്മൾ എന്തൊക്കെ തായ് മസാലയൊക്കെ വെച്ച് ഒരു കറി ഉണ്ടാക്കി. ഇതെന്താണെന്ന് വെച്ചാൽ കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ റൈസും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ദാണ്ടെ ക്യാൻഡിലൊക്കെ വെച്ച് ഇവിടെ you can just say your name, you know, if you want. Oh no, that's too much. Okay, it's like unknown, you know, unknown, yeah. So നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാണ്. താങ്ക്സ് a lot. Thank you so much. Yeah. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നിലൂഫറിൻ്റെ അവിടെ ഒരു ചർച്ചിൽ ഒരു പരിപാടി കാണാൻ വേണ്ടി വന്നതാണ്. ഒരു കത്തോലിക്കൻ പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. ഓസ്ട്രിയയുടെ തെരുവുകളിലൂടെ, ഓസ്ട്രിയയിലെ ഗ്രാഡ്സിൻ്റെ തെരുവുകളിലൂടെ രാവിലെ 6 മണിക്ക് ഞാൻ ഈ തണുപ്പത്ത് പൂവും പൊക്കിക്കൊണ്ട് പോവാണ്. ആരൊക്കെയായിരിക്കും ഈ പൂവ് കൊടുക്കുന്നതായിരിക്കും വിചാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, കരോളയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് കരോളയുടെ വീട്ടിൽ പോയി സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ 2 ദിവസം മുമ്പേ വന്ന് ഈ ഒരു കരോളയുടെ സിറ്റിയിൽ ഒളിച്ചിരുന്നത്. പക്ഷേ കരോള ഇന്നലെ രാത്രിയായപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയി കേട്ടോ. അവരുടെ ഫാമിലി ആയിട്ട് ഒരു ഗ്രാജുവേഷൻ സെറമണിക്ക് പോയി. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, രാവിലെ എണീപ്പിച്ച് നെട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നലെ വാങ്ങിച്ച പൂവും കുറച്ച് ഒരു ഗിഫ്റ്റൊന്നും വാങ്ങാൻ പറ്റിയില്ല കേട്ടോ. പലസ്തീനിൽ നിന്ന് കുഫിയ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ കുഫിയ പിന്നെ അവർ ഓൾറെഡി നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ കുഫി കണ്ടാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഈ IDF കാർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം പലസ്തീനിലുള്ള ഒരു സ്ത്രീ ഹെബ്രോൺ നഗരത്തിൽ അൽഖലീലിൽ അവരെൻ്റെ കയ്യിൽ കെട്ടിയ ഒരു പലസ്തീൻ്റെ ഫ്ലാഗല്ല, പലസ്തീൻ്റെ കളർ ഉള്ള ഒരു ബാൻഡ്, ഒരു ചരട് കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്താ പറയുക, അവർക്ക് ഇഷ്ടമല്ല കേട്ടോ ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കരോളയുടെ അങ്ങോട്ട് പോവാണ്. രാവിലെ നെട്ടിച്ച് എണീപ്പിക്കാം. ഉറക്കൊക്കെ എടുത്ത് പള്ളു വിളിക്കാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കരോള ആരാണെന്നൊന്നും പറയണ്ടല്ലോ. കരോള ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് എന്നെയും ചിലപ്പോൾ അറിഞ്ഞു കാണില്ല. നിങ്ങൾ പുതുതായിട്ടായിരിക്കും വീഡിയോ കാണുന്നത്. കരോള അറിഞ്ഞുകൂടാത്തവർക്ക് അത് വലിയൊരു സ്റ്റോറിയാണ്. ആഫ്രിക്കയിൽ നിന്ന് കണ്ടു, ആഫ്രിക്കയിൽ റോബറിക്ക് ഇരയായി. പിന്നെ ആഫ്രിക്കയിൽ നിന്ന് പിന്നെ നമ്മൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇന്ത്യയിൽ വന്നു. പിന്നെ നമ്മൾ ചൈനയിലൊരു യാത്ര നടത്തി. പിന്നെ വീണ്ടും ഇന്ത്യയിൽ വന്നു. പിന്നെ ഞാൻ കരോളെ സർപ്രൈസ് ചെയ്യാൻ അവരുടെ നാട്ടിലായിട്ടുള്ള ഹോസ്റ്റലിലോട്ട് മുമ്പ് വന്നു. പിന്നെ ഞാൻ വീണ്ടും നാട്ടിൽ ഇപ്പോഴും വരുവാണ്. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ നമുക്ക് കാണാം. ഈ കാണുന്ന പൂവാണ് കേട്ടോ ഇന്നലെ വാങ്ങിച്ചത്. കൊള്ളാമോ? ഗ്ലൗ ഇടാതെ ഇറങ്ങി എൻ്റെ കൈയെല്ലാം ഫ്രീസ് ആവുകയാണ്. തണുപ്പേ. രാവിലെ ഇങ്ങനെ നടക്കുവാണ്. രാവിലെ ഇങ്ങനെ അധികം വണ്ടികളൊന്നുമില്ല. ബസ്സുകളും ട്രാമുകളൊക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് പോകാൻ വേണ്ടി 4 മണിക്കൂറൊന്നുള്ള ഷോർട്ടാക്കാൻ വേണ്ടി കാട്ടിലൂടെയൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ കരോളയുടെ സ്ഥലത്തെത്താറായി. ഞാൻ ഭയങ്കര ഹൃദയം പിടിക്കുവാണ്. എൻ്റെ സർപ്രൈസ് വഴിയിലല്ല എനിക്ക് കാണുന്നത്. 2 ദിവസമായിട്ട് ഞാൻ ഈ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. കരോള ഫസ്റ്റ് ദിവസം വന്ന് കരോളയുടെ ഒരു പലസ്തീൻ അനുകൂലമായിട്ടുള്ള ഇവിടെ ഒരു സംഘടന ഉണ്ട്. അപ്പോൾ അവരുടെ ഇതിൽ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു കരോള. അപ്പോൾ ആ സ്പീച്ച് കാണാൻ വേണ്ടി ഞാൻ പോയി ഒളിഞ്ഞിരുന്ന് പുറത്തുനിന്നാണ് കണ്ടത്. അതൊക്കെ അതിൻ്റെ വീഡിയോ കാണിച്ചു തോന്നുന്നു. ഞാൻ അറിയില്ല കേട്ടോ എത്രത്തോളം സർപ്രൈസ് ആവുന്നു. എനിക്കറിയാം പ്യൂർ 100% സക്സസ് ആവും. ബട്ട് നോക്കട്ടെ, കരോള ഉറങ്ങുവാണ്. ഞാൻ അതാണ് വീട്ടിൻ്റെ അവിടെ പോകുമ്പോൾ എങ്ങനെ അറിയില്ല കേട്ടോ. രാത്രി 12 മണിക്ക് ഞാൻ വിചാരിച്ചു അവർ ഈ ഗ്രാജുവേഷൻ പരിപാടിക്ക് പോയപ്പോൾ അവരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം അവരുടെ വീട്ടിലൊക്കെ എനിക്കറിയാം എങ്ങനെ കയറണമെന്നൊക്കെ.
കരോളയുടെ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കരോളയുടെ വീട്. അല്ലാ, കരോളയുടെ അമ്മയൊക്കെ നെട്ടും കേട്ടോ. കരോളയ്ക്ക് ഞാനിവിടെ ക്രിസ്മസിന് വരുമെന്നറിയാം, പക്ഷെ അതിന് മുമ്പ് വരുമെന്നൊന്നും അറിഞ്ഞൂടാ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്. Hallo. Ach Gott, du. Ach Gott, hier. Das ist ja Wahnsinn. Verrückt. Sorry. Don't say to Carola. Was? Don't say to Carola. Ja, bitte sehr. കരോളയുടെ അച്ചാച്ചാരിക്കാണ് ഇവ എങ്ങനെ എത്തിയത് ഇവിടെ. Mahi, komm. കരോളയുടെ ഫാമിലി ഫുള്ള് സർപ്രൈസ് ആയി കേട്ടോ. കരോളയുടെ അമ്മയൊക്കെ എന്ത് പറയണമെന്ന് അറിയില്ല. പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 കെട്ടിപ്പിടിച്ചൊക്കെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു പോയി കിടക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ഇന്നലെ ലേറ്റായിട്ട് എന്തുകൊണ്ട് എണീറ്റത്. ഞാനിവിടെ വന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. കരോളയെ ഇനി ഉറക്കത്തിൽ നിന്ന് എഴുതിക്കില്ല, പയ്യെ എണീക്കണമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാനത് വെയിറ്റ് ചെയ്യാം. കരോള രാവിലെ എണീറ്റിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ കരോളയുടെ പൂവ് ഇതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. കരോള വന്നെടുക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. ഞാൻ ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. കരോള പല്ലിക്കാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday. I came to celebrate your birthday. Happy birthday. How was the surprise? How was it? It was very good. Rate 1 by 10. 10. 100 out of 10. കരോള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അടിപൊളി സർപ്രൈസ് ആയിരുന്നു. ഇനി കരോളയുടെ ബ്രദറിനെ സർപ്രൈസ് ചെയ്യാം. Hello. Hey, hallo Mahim. Good morning. Good morning. Wake up. Good morning. What's up? What's up? Good. That's a surprise that you're here. Sorry? He doesn't show us much. No, he doesn't show much, you know. Face. See, he's not surprised, you know. Surprise. Say. ഞാൻ മലയാളം പഠിച്ചു. അമ്മോ, എനിക്ക് വേണ്ടി സർപ്രൈസ് ആണല്ലോ. എനിക്ക് സർപ്രൈസ് ചെയ്യാം. I don't know. To surprise him. Then what else? I wanted to learn more, you know. ഞാനാണല്ലോ ഇവിടെ വന്ന് സർപ്രൈസ് But I ആയത്. actually did learn it. Like online. Classical online classical. ഓൺലൈൻ ക്ലാസ്സിൽ. Classical. A lot. Look at this. And I can now actually read kind of. എന്റെ അമ്മ വാങ്ങും ജാക്കും വരിക. Yeah. മലയാളം പഠിച്ചല്ലോ. ഇതൊരു നല്ല പൂച്ചയാ. Hello. ഞാനാണല്ലോ ഇത് സർപ്രൈസ് ആയത്. നീ മലയാളം പഠിച്ചു. Yeah. Yeah. Here. To your friend. Enter kutte karude narakarto. എന്റെ കൂട്ടുകാരുടെ Karikam. What? Let's eat. Karikam. കഴിക്കാം. Karikam. Are you hungry? Hello. You. What is want? I don't know. വേണോ? Veno Karikam. വേണോ കഴിക്കാം. I even add the can. This is what I don't really understand. With the pato.
നിനക്ക് അവനോട് അത് ചോദിക്കാൻ പറ്റുമോ? നോക്കിക്ക മലയാളം. എന്താ ഇവിടെ മലയാളം പഠി. ഞാൻ സർപ്രൈസ് ആയി പോയി കേട്ടോ. അതോ ഹൗ യു സേ കാറ്റ്? കാറ്റ് Pucha. പൂച്ച. പേഴ്സൺ Person? Aal or something? ആള്. Aal. ബാഡ് Bad. Cheetah. ചിത്ത. I don't remember. Organella. That one I know well because I had online classes and every time I was like Organella. Even Malayalam online class? Yeah. Where? With the first Google search, I booked my online class. മലയാളം ഓൺലൈനിൽ പഠിക്കുവാണ് കേട്ടോ. Because I was tired of my Hin's English, so I was like, well, I will learn Malayalam. And I really like it. Outside? I forgot. Organella. What is outside? ഓർക്കുന്നില്ല. Then I understand. മനസ്സിലായി. മനസ്സിലായി. Wife? There are a lot. You can say Bartan or Bartar, that's like husband, wife, or Ketion, Ketiol. കെട്ടിയോൾ. ഭർത്താവ്. Yeah, but what's this one? Which one? Husband. ഭർത്താവ്. But you also can, that's grandfather. മുത്തശ്ശൻ. Mutashan. Brother? Yeah, there are also a lot. You can say Chetan, but also Aniyan. അനിയൻ. ഞാനിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള വാട്ട് ആർ വി ഈറ്റിംഗ്? കഴിക്കുന്നു പച്ചക്കറികൾ. നേരത്തെ പച്ചക്കറികൾ എന്ന് പറഞ്ഞപ്പോൾ കരോളയുടെ അമ്മ പറയാണ് പച്ചപ്പറികൾ. മോർണിംഗ്. ഞാനിനി എൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ബാഗ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു. നിലൂഫറിൻ്റെ കൂടെയാണ് കേട്ടോ. നിലൂഫറിൻ്റെ വീട്ടിലാണ് ഞാൻ വെച്ചത് 2 ദിവസമായിട്ട്. ഇന്ന് വന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 ദിവസമായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു കരോളയുടെ നാട്ടിൽ തന്നെ. അടിപൊളിയാട്ടോ. പക്ഷെ ഭയങ്കര തണുപ്പെന്നേ ഉള്ളൂ. നല്ല രസമുണ്ട്. തളർന്നു കേട്ടോ. 5 കിലോമീറ്റർ സൈക്കിൾ ഓട്ടണം. ഞാൻ ഈ 5 കിലോമീറ്ററാണ് രാവിലെ മാക്കാൻ നടന്നു വന്നത്. ബാഗ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇപ്പോൾ പോകുന്നത് സൈക്കിളിൻ്റെ ഭാഗത്തിലൂടെയാണ്. ബാഗ് എടുത്തു വീണ്ടും സൈക്കിൾ ഓട്ടി പോകാൻ വേണ്ടി പോവാണ് കരോളയുടെ വീട്ടിലോട്ട്. ഞാനിപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. പോകാൻ വേണ്ടി പോവുകയാണെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇതൊക്കെ ആലോചിക്കാതെ പറഞ്ഞു പോകണം കേട്ടോ. കരോളയുടെ വീട്ടിൽ പോകാൻ ഇറങ്ങുകയാണ്. ഞാൻ പറയുന്നത് പോകാൻ വേണ്ടി പോവുകയാണ് അല്ലേ. ഞാനിനി ലോക്ക് എടുത്തിട്ട് 03 ബാക്കി പറയില്ല. ഇവിടെ ഉള്ള ഏതെങ്കിലും മലയാളി ഉണ്ടെങ്കിൽ എൻ്റെ ഈ സൈക്കിൾ അടിച്ചുകൊണ്ട് പോയിക്കാലോ. നമ്മൾ വീട്ടിൽ വന്നിട്ട് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. What? Hallo. Warum filmst du das? What's up, bro? I was just eating breakfast. It's That's a me. big surprise, yeah. Ja. Damn. How are you? How are you? I'm good, yeah. Yep. I reached like morning. I reached like morning. Early morning. You came here in the early morning. Yeah. Yeah, to surprise me. And how was the reaction of Corona? Maria unter ihrem Herzen, Kyrie eleison. Ein kleines Kindlein ohne Schmerzen, das trug Maria unter ihrem Herzen, Jesus und Maria. Da haben die Dornenrosen getragen, als das Kindlein durch den Wald getragen, da haben die
നമ്മുടെ ക്രിസ്മസിന്റെ ആദ്യ ഞായറാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് അവര് ആഹാരം കഴിക്കുന്നതിന് മുന്നേ ഇവിടെ അവര് മെഴുകുതിരി കത്തിച്ചു വെക്കും കേട്ടോ. ക്രിസ്മസിന്റെ ആഴ്ചയിലെ ആദ്യത്തെ സൺഡേയില്. അതാണ് അതിന് എഡ്ബിൻ എന്നാണ് പറയുന്നത്. നമ്മളിവിടെ ക്യാൻഡിലൊക്കെ കത്തിക്കാൻ വേണ്ടി പോവാണ്. അതായത് ക്രിസ്മസിന്റെ സമയമാകുമ്പം ഇവിടെ യൂറോപ്പിലൊക്കെ ഇത് പണ്ട് ആക്ച്വലി ക്രിസ്മസിന് മുമ്പേ ഉള്ള കൾച്ചറാണ്, ക്രിസ്ത്യാനിക്ക് മുമ്പേ ഉള്ള ഒരു കൾച്ചറാണ് ഈ ഒരു സംഭവം. അതായത് ഇവര് ക്രിസ്മസ് ഡിസംബർ 25-നാണല്ലോ ആഘോഷിക്കുന്നത്, 24-നാണ് ആഘോഷിക്കുന്നത് ഇവിടേക്ക്, 24 വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ എല്ലാ ആഴ്ചയും ഇവർ 4 ക്യാൻഡിലുണ്ട്. ഒരു ക്യാൻഡിൽ വേറെ കളറും പിന്നെ വേറെ 3 പിങ്ക് ക്യാൻഡിലുണ്ട്. ഇവരെല്ലാ ഞായറാഴ്ചയും ഒരു ക്യാൻഡിൽ കത്തിക്കും. ആ കത്തിക്കുമ്പോൾ ഇവരുടെ ഒരു സ്പെസിഫിക് ഒരു സോങ് ഉണ്ട്. ആ സോങ്ങിന്റെ ആദ്യ അധ്യായം കുറച്ച് പാടും, എന്നിട്ട് ഇത് ക്യാൻഡിൽ കത്തിക്കും. മനസ്സിലായേ? അടുത്ത ആഴ്ച ആകുമ്പോൾ വീണ്ടും ഒന്നാമത്തെ പാട്ട്, ആ പാട്ടിന്റെ ഒന്നാമത്തെ അധ്യായം പാടിയിട്ട് ആദ്യത്തെ ക്യാൻഡിൽ കത്തിക്കും. പിന്നെ ആ പാട്ടിന്റെ രണ്ടാമത്തെ അധ്യായം പാടിയിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ കത്തിക്കും. പിന്നെ അടുത്ത 3-ാമത്തെ സൺഡേ ആകുമ്പോൾ വേറെ കളറിലുള്ള ക്യാൻഡിൽ കത്തിക്കുകയും ചെയ്യും. എന്നിട്ട് ആദ്യം, രണ്ടാമത്, 3-ാമത് അങ്ങനെ ഒരു പാട്ടിൽ തന്നെ 3 പ്രാവശ്യത്തെ ഇത് പാടിക്കൊണ്ട് 3 പ്രാവശ്യം ക്യാൻഡിൽ കത്തിക്കും. പിന്നെ 4-ാമത് അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത്. Wir sagen euch an den lieben Advent. Seht die erste Kerze brennt. Wir sagen euch an eine heilige Zeit. Machet dem Herrn die Wege bereit. Freut euch, ihr Christen, freut euch sehr. Schon ist nahe പാട്ടിന്റെ 2-ാമത്തെ അധ്യായം ഇവർ ആദ്യത്തെ ആഴ്ചയിൽ പാടില്ല, അത് 2-ാമത്തെ ആഴ്ചയിലേ പാടുള്ളൂ. 3-ാമത്തെ അധ്യായം 3-ാമത്തെ ആഴ്ചയിലേ ഇവർ പാടുള്ളൂ. 3-ാമത്തെ ആഴ്ചയിൽ പാടുമ്പോൾ ആദ്യത്തെ 2-ഉം പിന്നെ 3-ഉം കൂടെ കൂട്ടി ഒരുമിച്ചാണ് പാടുന്നത്. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. And now? Open sleigh. Hey! Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Okay. I wish come true. All I want for Christmas is you. Christmas, I won't even wish for snow. I'm just gonna keep on waiting underneath the mistletoe. I won't make a list and send it to the North Pole for Saint Nick. I won't even stay awake to hear those magic reindeer click. Austria and Europe. Wait, ballerina. Liquid. Oh. I am mad. I'm very mad. I'm very mad. You are mad. Chocolate. Potato salad, strawberry field. Fields. I can't I am see. she. Stop. Again. Potato salad. Birthday cake. ലാസ്റ്റ് ഞാൻ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ ഇവർ ഡംസ്റ്റർ ഡൈവിങ് പരിപാടി ഞാൻ കാണിച്ചു തന്നില്ല. അതായത് ഡംസ്റ്റർ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രാഷ് ബിന്നിൽ പോയിട്ട് ഈ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമ്മൾ എക്സ്പയർ ആയിട്ടുള്ള സാധനം എടുത്തിട്ട് വരുന്നതാണ്. എക്സ്പയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫുഡ് മാസ്ക്, ചിലപ്പോൾ എക്സ്പയർ ആവാത്ത സാധനങ്ങൾ പോലും അവരിങ്ങനെ ഇടും കേട്ടോ. അതൊക്കെയാണ് ഇവിടെ യൂറോപ്പിൽ. അപ്പോൾ ഇത് പോയി അടിച്ചു മാറ്റി കൊണ്ടുവരും. അതാണ് ഡംസ്റ്റർ ഡൈവിംഗ് എന്ന് പറയുന്നത്. അത് സത്യത്തിൽ ഇപ്പം ഒരു എക്സാമ്പിള്, ഇറ്റ്സ് എക്സ്പയർ റൈറ്റ്? Yeah. ഇതിപ്പോ എക്സ്പയർ ആയിട്ടുണ്ട്. ഫോർ ഹൗ മെനി ഡേയ്സ് വി ക്യാൻ യൂസ് ആക്ച്വലി? സ്റ്റിൽ You have to try. You won't die directly. You just smell. But this is fine, you know. Correct in 2 days. യാ, ഇതുപോലുള്ള ജ്യൂസ് ആക്ച്വലി 2 ദിവസം കൂടെ ഇരിക്കും കേട്ടോ. ഇത് സാധാരണ കുറച്ച് ദിവസം, ഇത് ഫ്രഷ് ജ്യൂസ് ആണ് കേട്ടോ. ഓറഞ്ച് ഫ്രഷ് ജ്യൂസ് ആയതുകൊണ്ട് കണ്ടില്ലേ. അപ്പം നമ്മള് ഇപ്പം യൂബേലിന്റെ കൂട്ടുകാരനും കൂടെ ബ്രെഡ് ഇവിടെ ഇതെല്ലാം സാധനം, ഇതെല്ലാം
ഇത് കുറച്ച് പച്ചക്കറിയാണ്. ഇത് നല്ല കണ്ടില്ലേ, ഫ്രഷ് പച്ചക്കറികൾ. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പല സ്ഥലത്ത് അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ചന്തയിൽ പോയാലും കിട്ടുന്നത് ഫ്രഷ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. ചിപ്സ് ഒക്കെ കണ്ടില്ലേ, ചീറ്റോസ് കേട്ടോ, ഒരു ലോഡ് ചീറ്റോസ്. എന്റെ അമ്മോ, ഇവിടെ ഇതൊക്കെ എന്ന് പറയുമ്പോ വീണ്ടും ഒരു 2 ആഴ്ചയൊക്കെ സുഖമായിട്ട് ഇരിക്കുന്ന സംഭവമാണ്. ചീസ്, ബട്ടർ, ഇതാ കണ്ടില്ലേ. എന്റെ അമ്മോ, ഫുള്ള് ജ്യൂസ് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയാണ് കേട്ടോ. അതാണ്ടേ ഇതെല്ലാം ഫ്രഷ് സാധനങ്ങള്. പിന്നെ ദാ ഇവിടെ കുറെ ജ്യൂസ്, യോഗട്ട്. എന്റെ അമ്മോ, കുറെ സാധനങ്ങൾ കേട്ടോ. It will cost how much maybe, you know, this all 400 euros. 400 രൂപ. Like this alone, we can read, you know. ഈ This is 4 euros. We have a lot ഇതിന് of മാത്രം content. 350 രൂപയുടെ സാധനം. Also, Yeah, it's 200 euros. Easy. 350 രൂപയുടെ സാധനമാണ് കേട്ടോ. more. No, more than 200. This is easy of easy those 10. is like €1.30. So we're like 10. No, it's more than 400. I would say 400. I think I would also. Oh, Papa, what do you say for? 36,000 രൂപയുടെ സാധനമാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. 36,000 രൂപയുടെ സാധനം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി കുക്കുംബർ. ഇതൊക്കെയാണ് കേട്ടോ അടിപൊളി കുക്കുംബർ. കണ്ടില്ലേ, പോക്കിമാന്റെ ഇതുവരെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എവിടെ എക്സ്പയർ ചെയ്ത് പോവാനാ? ഇതൊക്കെയാണ് കേട്ടോ, ഇതൊക്കെ എക്സ്പയർ ചെയ്യാത്ത സംഭവങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഗിഫ്റ്റ് ഉണ്ട്. കണ്ടില്ലേ, ഇതൊന്നും ഒരിക്കലും എക്സ്പയർ ആവില്ല കണ്ടോ. അപ്പൊ തൽക്കാലം ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുവാണ് കേട്ടോ. ബാക്കി അടുത്ത ദിവസത്തിൽ ഞാൻ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ പെട്ടെന്ന് എല്ലാവർക്കും ബൈ.